കവി ആലങ്കോട് ലീലാകൃഷ്ണനാണ് 24-നൊപ്പം ചേരുന്നത്. കവിയായി മാത്രമല്ല, ഒരു പുതിയ രാഷ്ട്രീയത്തേക്ക് കൂടി ഇറങ്ങുകയാണ്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക്. എങ്ങനെ നോക്കിക്കാണുന്നത്? തീർത്തും അവിചാരിതമായിട്ടാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി നിൽക്കണം എന്നൊരു നിർദ്ദേശം CPIയുടെ ഭാഗത്തു നിന്ന് ഇന്നലെ ഉണ്ടായത്. ഇന്നലെ അവരുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കെ സ്റ്റേറ്റ് സെക്രട്ടറി ബിനോയ് വിശ്വം വിളിച്ച് ഇങ്ങനെ ആവശ്യം ഉന്നയിച്ചു. ഞാനൊരു പാർലമെൻ്ററി രാഷ്ട്രീയ രംഗത്തുള്ള ആളല്ല, പക്ഷേ യുവകലാസാഹിതിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ്. തൃശ്ശൂരിൽ അവർക്കൊരു പുതിയ സാംസ്കാരിക മുഖത്തെ അവതരിപ്പിക്കണം. അപ്പോൾ ഒരു പേരെ ഉയർന്നു വന്നിട്ടുള്ളൂ. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഏകകണ്ഠമായ തീരുമാനമാണ്, നോ പറയരുത് എന്നാണ് സ്റ്റേറ്റ് സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത്. ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അതിനൊന്നും സമയം കിട്ടിയില്ല, ആലോചിക്കാൻ സമയമില്ല, വേറൊന്നും ആലോചിക്കേണ്ട, പാർട്ടി കൂട്ടേണ്ടെന്ന് പറഞ്ഞു. തീർച്ചയായും പാർട്ടി അങ്ങനെ ഒരു നിയോഗം ഏൽപ്പിക്കുമ്പോൾ അത് ഏറ്റെടുക്കാൻ ബാധ്യതയുള്ള ഒരാളാണ് ഞാൻ. കക്ഷി രാഷ്ട്രീയ പ്രവർത്തകനല്ലെങ്കിലും ചെറിയ പ്രായം മുതൽ തന്നെ ഇടതുപക്ഷ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ള ആളാണ്. ഏറ്റവും ചെറിയ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽക്ക് തന്നെ എൻ്റെ ഒരു സാംസ്കാരിക രാഷ്ട്രീയം ഇടതുപക്ഷത്തോട് ചേർന്നാണ്. കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ദേശാഭിമാനി ബാലസംഘത്തിൻ്റെ പ്രവർത്തകനായിരുന്നു. കോളേജിൽ വന്നപ്പോഴാണ് ആദ്യമായി യുവകലാസാഹിതി സംസ്ഥാന തലത്തിൽ നടത്തിയ ഒരു കവിതാ മത്സരത്തിൽ 1ാം സമ്മാനം കിട്ടി യുവകലാസാഹിതിയുടെ ഭാഗമാവുന്നത്. അന്ന് PT ഭാസ്കരപ്പണിക്കർ, ഇന്ത്യനൂർ ഗോപിമാഷ്, PM പള്ളിപ്പാട്, ആളൂർ പ്രഭാകരനൊക്കെ പോലുള്ള വലിയ സാംസ്കാരിക പ്രവർത്തകർ യുവകലാസാഹിതിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഒരു പ്രേരണ യുവകലാസാഹിതിയുടെ കൂടെ നിൽക്കാൻ എനിക്ക് ഒരു പിന്തുണയായി. അന്ന് തൊട്ട് ഇന്നോളം ഒരു ഇടതുപക്ഷ സാംസ്കാരിക മാനവിക രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന ആളാണ്. തീർച്ചയായും ഒരർത്ഥത്തിൽ ഈ നിയോഗം ഏറ്റെടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാവുകയാണ്. എപ്പോഴെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു MP ആവുക, MLA ആവുക എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. എൻ്റെ ഒരു പദ്ധതി അതല്ലല്ലോ. ഞാൻ കവിയാണ്, സാംസ്കാരിക പ്രവർത്തകനാണ്, പ്രഭാഷകനാണ്, സിനിമയ്ക്ക് ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്, തിരക്കഥ എഴുതിയിട്ടുണ്ട്. ആ മേഖലയിൽ ഏതാണ്ട് 54 വർഷമായി. 11ാമത്തെ വയസ്സിൽ കവിത എഴുതി തുടങ്ങിയ ആളാണ്. ആ രംഗത്താണ് പ്രവർത്തിച്ചത്. പക്ഷേ എല്ലാ പ്രഭാഷണങ്ങളിലും എഴുത്തിലും ഇടതുപക്ഷ സാംസ്കാരിക മാനവികത ഉയർത്തിപ്പിടിക്കാറുണ്ട്. ആ നിലയ്ക്ക് ഇടതുപക്ഷ സാംസ്കാരിക രാഷ്ട്രീയവും പാർട്ടി രാഷ്ട്രീയവും ആയിട്ട് ബന്ധമുണ്ട്. ഒരിക്കലും തെരഞ്ഞെടുപ്പിന് നിൽക്കുമെന്നോ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇങ്ങനൊരു ഓഫർ വരുമ്പോഴും ഞാനത് ആദ്യം ഏറ്റെടുക്കാൻ മടിച്ചിരുന്നു. പിന്നെ ഇങ്ങനൊരു നിർണായക ഘട്ടത്തിൽ പാർട്ടി ഒരു നിർദ്ദേശം വയ്ക്കുകയാണ്. അതൊരു ചെറിയ കാര്യമല്ല. ഒരു കവിയെ തൃശ്ശൂർ പോലുള്ളൊരു സാംസ്കാരിക തലസ്ഥാനത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കണമെന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിക്കുന്നത് ഒരു പോസിറ്റീവായ കാര്യമല്ലേ? ഞാനല്ലെങ്കിൽ മറ്റൊരു കവി എന്നോട് അവർ പറയുമ്പോൾ ആ പ്രതിനിധാനത്തെ ഞാൻ ഉപേക്ഷിച്ചാൽ ഈ ഇപ്പോഴത്തെ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ ഒരു കവിക്ക് കിട്ടുന്ന സാധ്യത ഇല്ലാതെയാവും. തീർച്ചയായും ഞാൻ CPI രാഷ്ട്രീയത്തെ ആദരിക്കുന്ന ഒരാളാണ്. ബിനോയ് വിശ്വം എത്രയോ വർഷങ്ങളായിട്ട് എൻ്റെ സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹം ഒരു നിയോഗം ഏൽപ്പിക്കുമ്പോൾ അത് വേണ്ടാത്ത കാര്യമാവില്ല എന്ന് ഉറപ്പിക്കാം. മറ്റൊന്ന്, തൃശ്ശൂരിനെ കുറിച്ച് പറയുകയാണെങ്കിലേ, ഇപ്പോൾ സുരേഷ് ഗോപി MP ആയതിനു ശേഷം BJPക്കുള്ള ഒരു അപ്രമാദിത്വം, ആധിപത്യമുണ്ട്. P ബാലചന്ദ്രൻ കഴിഞ്ഞ തവണ 2021 തെരഞ്ഞെടുപ്പിൽ നിസാര വോട്ടുകൾക്കാണ് ജയിച്ചു വന്നത്. UDFന് ശക്തമായ അടിത്തറയുള്ള മണ്ഡലം. കഴിഞ്ഞ തവണ പത്മജ വേണുഗോപാലായിരുന്നു 2021 UDF സ്ഥാനാർത്ഥി. ഇത്തവണ പത്മജയെ BJP മത്സരിപ്പിക്കുമെന്ന് കേൾക്കുന്നു. ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ഇതിനെയൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നു? ഉടൻ തന്നെ തൃശ്ശൂരിലെത്തി തെരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ നടത്താനിരിക്കുകയാണ്. ഇതിനെങ്ങനെ നോക്കിക്കാണുന്നത്? വലിയ രാഷ്ട്രീയ എതിരാളികൾ ശക്തരാണ്. തീർച്ചയായും മത്സരം ശക്തം തന്നെയായിരിക്കും. പിന്നെ ജനാധിപത്യത്തിൽ ഒരു ശക്തിയെ നമ്മൾ ചെറുതായി കാണേണ്ടതില്ല. കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും അവരുടെ ജനാധിപത്യ സ്ഥലത്തല്ലേ അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവരെയൊന്നും നമ്മൾ ശത്രുക്കളായി കാണേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ രാഷ്ട്രീയം പറയും. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ പാവപ്പെട്ടവർക്ക് ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല. ഇത് അതിദാരിദ്ര്യം മുക്തമായൊരു സംസ്ഥാനമായിട്ട് മാറി. വലിയ വികസന പ്രവർത്തനങ്ങളുണ്ടായി. പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ മനുഷ്യരുടെ ജീവിതത്തിന് സുരക്ഷയുണ്ടായി. ലക്ഷക്കണക്കിന് ഭവനങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുത്തു. മുണ്ടക്കൈ പുനരധിവാസം ലോകത്ത് കേൾക്കാത്തത്ര റെക്കോർഡ് രീതിയിൽ മാതൃകാപരമായിട്ട് ചെയ്തു. ഒരു വർഗീയ കലാപവും ഇല്ലാതെ കേരളത്തെ കാത്തുരക്ഷിച്ചു. കോവിഡ് മഹാമാരിയും പ്രളയവും വന്നപ്പോൾ ഒറ്റച്ചരടിൽ കോർത്തതുപോലെ ജനതയെ കൊണ്ടുപോകാൻ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിന് സാധിച്ചു. അപ്പോൾ ഞാനൊരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷ ഭരണം കേരളത്തിലെന്നല്ല ലോകത്ത് തന്നെ സമാനതകളില്ലാത്ത പാവപ്പെട്ടവരുടെ പക്ഷത്തു നിന്നൊരു ഭരണമാണ്. അതിനെ അടിത്തട്ടിലെ ജനങ്ങൾ മാനിക്കുമെന്നാണ് എൻ്റെ വിചാരം. ഇപ്പോൾ രാഷ്ട്രീയക്കാർ ഓരോരുത്തരും ഓരോ പ്രത്യയശാസ്ത്രം വെച്ചല്ലേ പ്രവർത്തിക്കുന്നത്. BJPക്ക് അവരുടെ പ്രത്യയശാസ്ത്രമുണ്ട്, കോൺഗ്രസിന് അവരുടെ പ്രത്യയശാസ്ത്രമുണ്ട്. ഇടതുപക്ഷത്തിനുള്ള പ്രത്യയശാസ്ത്രം അടിത്തട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ സർവതോമുഖമായ ഉന്നമനം, ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ മനുഷ്യരെ നവോത്ഥാനാനന്തര കേരളത്തിൽ
മനുഷ്യരാക്കി നിലനിർത്തിയ വലിയൊരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷം. ഞാനതിനെ ആദരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അടിയൊഴുക്കുകൾ തീർച്ചയായും താഴെത്തട്ടിലെ മനുഷ്യർക്കിടയിൽ രൂഢമൂലമായി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് മതത്തിൻ്റെയോ മറ്റെന്തിൻ്റെയോ അടിസ്ഥാനത്തിൽ എന്തൊക്കെ പ്രചരണം നടത്തിയാലും തൃശ്ശൂരിലെ സാംസ്കാരിക പ്രബുദ്ധരായ ജനത അതിനെ മറികടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അതല്ല, ജനാധിപത്യമാണ്, ജയിച്ചുകൊള്ളണം നിർബന്ധമൊന്നുമില്ല. തോറ്റാലും അതൊരു രാഷ്ട്രീയ മര്യാദയും ജനാധിപത്യ മര്യാദയായിട്ട് മനസ്സിലാക്കണം. ജയിക്കാൻ വേണ്ടി മാത്രമല്ല മത്സരിക്കുന്നത്. ചില പുതിയ ശബ്ദങ്ങൾ, പുതിയ നിലപാടുകൾ ജനങ്ങൾ മുമ്പിൽ വയ്ക്കുന്നത് പുതുതല്ല, ഇതൊരു തുടർച്ചയാണ്. ജാതി മത വർണ്ണ വർഗ ലിംഗഭേദമേതുമില്ലാതെ മാനവികത എന്നൊരു രാഷ്ട്രീയമാണ് പുലരേണ്ടത്. ലോകത്തെമ്പാടും സയനിസ്റ്റ് ഭീകരതയും സാമ്രാജ്യത്വ ഭീകരതയും യുദ്ധം വിതയ്ക്കുന്ന കാലമാണ്. അതുകൊണ്ട് മതം, സാമ്രാജ്യത്വമൊക്കെ എന്നും ജനങ്ങൾക്ക് ദ്രോഹകരമായ പ്രവർത്തനങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അതിനെ എതിരിടുന്ന ഒരു ശക്തിയാണ് ഇടതുപക്ഷ രാഷ്ട്രീയം. സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലത്ത് ഒരിക്കലും ഇത്തരം മതവർഗീയ ഗോത്രവംശീയ ശക്തികൾക്ക് വലിയ മേൽക്കൈ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സോവിയറ്റ് യൂണിയൻ ഇല്ലാതായതിൻ്റെ ദുഃഖം നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ ഇടതുപക്ഷം ഇല്ലാതാവരുത് എന്നാണ് ഒരു മനുഷ്യസ്നേഹിയായ സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയ്ക്കുള്ള എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് എനിക്കൊരു അവസരം വരുമ്പോൾ അതിന് കിട്ടാവുന്ന ഒരു പ്രവർത്തനം ചെയ്യും. ജയാപജയങ്ങളൊക്കെ നമുക്ക് വന്നതുപോലെ കാണാം. ഈ 2016 മുതലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ 2016 VS സുനിൽകുമാർ ആയിരുന്നു CPIയുടെ തൃശ്ശൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി. അദ്ദേഹം ജയിക്കുകയും ചെയ്തു. ഏകദേശം 44% വോട്ട് അദ്ദേഹം, 42%-ലധികം വോട്ട് അദ്ദേഹം അവിടെ നേടിയിരുന്നു. 2021 വരുമ്പോൾ P ബാലചന്ദ്രൻ സ്ഥാനാർത്ഥിയായി. P ബാലചന്ദ്രൻ ജയിച്ചു, അതിൽ തർക്കമില്ല. പക്ഷേ ആ വോട്ട് വിഹിതം ക്രമാതീതമായി കുറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. 34% ചുരുങ്ങി. പക്ഷേ അവിടെ അതിൻ്റെ നേട്ടം കൊയ്തത് BJP ആണ്. BJPയുടെ വോട്ടിംഗ് ശതമാനം വലിയ രീതിയിൽ ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായി. ഈ ക്രൈസ്തവ വോട്ട് ബാങ്കുകൾ BJPയിലേക്ക് ചേക്കേറുന്നു എന്ന തരത്തിൽ BJP വലിയ രീതിയിൽ പ്രചരണം ഇപ്പോൾ നടത്തുന്നുണ്ട് സുരേഷ് ഗോപി വന്നതിന് ശേഷം. ഇതൊക്കെ വലിയൊരു പ്രതിസന്ധിയായിട്ട് ഈ തെരഞ്ഞെടുപ്പ്, അതായത് ഈ 2026 തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ ഇതൊക്കെ വലിയ പ്രതിസന്ധിയാണ്. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ എത്തുമ്പോൾ ഏത് രീതിയിലായിരിക്കും പ്രചരണം? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഇതര രാഷ്ട്രീയ കക്ഷികളെ ദുഷിക്കുന്ന ഒരാളല്ല. അവർക്ക് അവരുടെ രാഷ്ട്രീയം പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ഇത് ജനാധിപത്യ രാഷ്ട്രമല്ലേ? BJPക്ക് അവരുടെ രാഷ്ട്രീയം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, കോൺഗ്രസിന് അവരുടെ രാഷ്ട്രീയം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ പറയുന്നതിന് രണ്ടിനും വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയമാണ് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. കോൺഗ്രസ് നല്ല ജനാധിപത്യ കക്ഷി തന്നെയാണ്, പക്ഷേ അവരുടെ മുൻഗണനകൾ വേറെയാണ്. അവർ ഉദാരീകരണവും ആഗോളീകരണവുമാണ് കൊണ്ടുനടക്കുന്നത്. ഇപ്പം BJPയും കോൺഗ്രസും സാമ്പത്തിക കാര്യത്തിൽ ഒരേ പോലെയാണ്. എതിരായി നിൽക്കുന്നൊരു സാമ്പത്തിക രംഗം അല്ലെങ്കിൽ സാമ്പത്തിക നിലപാടെടുക്കുന്നത് ഇടതുപക്ഷമാണ്. അത് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. 2-3 കാര്യങ്ങൾ. ഒന്ന്, ഈ പറഞ്ഞതുപോലെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അവിടെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപി ജയിച്ച മണ്ഡലമാണ്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളൊക്കെ ശക്തിപ്പെട്ടു വരുന്നൊരു കാലമാണ്. ഒരുപക്ഷെ യുക്തിസഹമായ ഒരു രാഷ്ട്രീയ വിശകലനത്തിന് ആളുകൾ പോയില്ലെന്ന് വരാം. എങ്കിലും നമുക്കിത് പറഞ്ഞേ തീരൂ. കാരണം നമുക്ക് പറയാനുള്ളത് നേരത്തെ പറഞ്ഞതാണ്. താഴെത്തട്ടിലെ മനുഷ്യർ, പണിയെടുത്ത് പൊറുക്കുന്ന മനുഷ്യർ, അനാഥരും ദുഃഖിതരും ഏകാകികളും തിരസ്കൃതരും നിന്ദിതരുമായിട്ട് ഇപ്പോഴും കഴിയുന്ന മനുഷ്യർക്ക് ഏകാവലംബമായിട്ട് ഇന്ന് ലോകത്തുള്ളത് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രമാണ്. നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞ 10 വർഷത്തെ ഭരണം കൊണ്ട് ഈ താഴെത്തട്ടിൽ പറയുന്ന ആളുകൾക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. അതിദാരിദ്ര്യമുക്ത നാടായിട്ടത് മാറി. മുണ്ടക്കയ്യൊക്കെ ഒരു വല്ലാത്ത അത്ഭുതമല്ലേ? ഈ പതിതരുടെ, ദുഃഖിതരുടെ, ദുരിതാനുഭവിക്കുന്നവരുടെ കൂടെ നിൽക്കുകയാണ്. മാത്രമല്ല, ലോക സാമ്രാജ്യത്വ ശക്തികളെ ചെറിയ തോതിലെങ്കിലും എതിരിടാനുള്ളൊരു മാനവികത ഇടതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് ജനങ്ങളോട് പറയും. ജനങ്ങൾക്കത് ബോധ്യപ്പെടുമെന്നാണ് വിചാരം. ബോധ്യപ്പെട്ടില്ലെങ്കിൽ നമുക്ക് തീർത്തില്ല. ജനാധിപത്യത്തിൽ ജയിക്കുമെന്ന് കരുതി മാത്രം മത്സരിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളൊരു നിലപാടെടുക്കും. ആ നിലപാട് കൃത്യമായൊരു നിലപാടാണ്. ആ നിലപാട് എനിക്ക് സംശയമില്ലാത്തൊരു നിലപാടാണ്. ഇടതുപക്ഷത്തിൻ്റെ മാനവിക രാഷ്ട്രീയമാണ്. മാനവികതയാണ് നമുക്ക് പ്രധാനം. ഒരു മനുഷ്യൻ്റെ ശബ്ദം മറ്റൊരു മനുഷ്യൻ സംഗീതം പോലെ ആസ്വദിക്കുമാറാകുന്ന ഒരു കാലം വരണമെന്നതൊരു കമ്മ്യൂണിസ്റ്റ് കവിയുടെ സ്വപ്നമാണ്. അങ്ങനൊരു സ്വപ്നം, എല്ലാവരും പാടത്ത് സ്വർണം വിതയ്ക്കുമ്പോൾ നമ്മുടെ പാടത്ത് സ്വപ്നം വിതയ്ക്കാനുള്ള അവകാശം നമുക്കുണ്ട്. വയലാർ പറഞ്ഞതുപോലെ സ്വപ്നം വിളഞ്ഞതും 100 മേനി ആയിരുന്നു കേരളത്തിൽ. അങ്ങനെയാണല്ലോ ഇടതുപക്ഷ രാഷ്ട്രീയം ഇവിടെ ശക്തിപ്പെട്ടത്. ഇന്ന് കാണുന്ന പല മാറ്റങ്ങളും, ഭൂപരിഷ്കരണം തൊട്ടുള്ള പല മാറ്റങ്ങളും. അച്യുതമേനോൻ ജയിച്ച മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ. ഒളിവിൽ നിന്ന് മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ്. കഴിഞ്ഞ വർഷം ഇയാൾക്ക് വേണ്ടി, ബാൽസിക്ക് വേണ്ടി, ബാലേന്ദ്രന് വേണ്ടി ഞാൻ പ്രചാരണ രംഗത്തുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അതിനെയൊക്കെ അന്നത്തെ ആ സാഹചര്യം അത്ര അനുകൂലമൊന്നും ആയിരുന്നില്ല. അപ്പോൾ അതിനെ മറികടന്ന് ചെറിയ ഭൂരിപക്ഷത്തിനെങ്കിലും ബാൽസി ജയിച്ചല്ലോ, ബാലേന്ദ്രൻ ജയിച്ചു. അപ്പോൾ ആ ഒരു സാധ്യത അവിടെ കിടക്കുന്നുണ്ട്. തൃശ്ശൂരിനൊരു വലിയ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. അച്യുതമേനോൻ്റെ സ്ഥലം എന്ന നിലയിൽ എത്രയോ വലിയ KK വാര്യർ ഉണ്ടായിരുന്ന സ്ഥലമാണ്, KP രാജേന്ദ്രൻ ഉണ്ടായിരുന്ന സ്ഥലമാണ്, കീരനെപ്പോലുള്ള ആളുകൾ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ആദ്യമായി കേരളത്തിലൊരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം കീരൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒക്കെ പ്രചരിക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായ സ്ഥലമാണ്. അങ്ങനെ തൃശ്ശൂരിന് ഉള്ള രാഷ്ട്രീയം ശരിക്ക്
ഒരു ജനാധിപത്യ തൊഴിലാളി വർഗ രാഷ്ട്രീയമാണ്. അത് ദുർബലപ്പെട്ട് വന്നിട്ടുണ്ടായിരിക്കാം. ആ ദുർബലപ്പെട്ട മേഖലയിൽ അതെവിടെയാണ് ദുർബലപ്പെട്ടതെന്ന് അറിഞ്ഞ് അവിടെ ചെന്ന് ആളുകളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഈ രീതിയിൽ സത്യസന്ധമായും ആത്മാർത്ഥമായും മറ്റുള്ളവരെ ദുഷിക്കാതെയും മറ്റുള്ളവരുടെ രാഷ്ട്രീയത്തെ നിന്ദിക്കാതെയും മനുഷ്യപക്ഷ രാഷ്ട്രീയം പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിടാമെന്നാണ് എൻ്റെ വിചാരം. അത് വിജയിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും പ്രതീക്ഷിക്കണമല്ലോ. വിജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഈ പറയുന്ന കണക്കുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ആ കണക്കുകൾ മാറ്റപ്പെടാം, ഏത് കാലത്തും മാറ്റപ്പെടാം. ഉടൻ തന്നെ തൃശ്ശൂരിലെത്തും. തീർച്ചയായും. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇത് അറിയുന്നതിന് മുമ്പ് പോകുന്നതാണ്. ഞാൻ ഇന്നലെ കാസർഗോഡ് കുറ്റിക്കോലിൽ പരിപാടിക്ക് വന്നായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ തീരുമാനം എടുത്തത്. ഇപ്പോൾ ഇന്ന് എം വി കൃഷ്ണനമ്പൂരിയുടെ അനുസ്മരണം പയ്യന്നൂർ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഇന്ന് രാത്രി മടങ്ങും. നാളെയോ മറ്റന്നാളോ തൃശ്ശൂർ ചെല്ലും. അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കും. ഇനി മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ച് തൃശ്ശൂരിൽ തന്നെ ഉണ്ടാകും. നമുക്കൊരു പരിശ്രമം നടത്താം, ശ്രമിച്ചു നോക്കാം. എല്ലാ വിജയാശംസകളും. തീർച്ചയായും സന്തോഷം. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്ത് CPI സ്ഥാനാർത്ഥിയായി ഒരു കവി എത്തുന്നു എന്നൊരു കൗതുകം കൂടിയുണ്ട്. അരുൺ പാറയ്ക്കൽ, 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.